ദേവർഗദ്ദ ഉന്നതിയിലെ മാരൻ എന്ന കൂമനെ ഇന്നലെ വൈകിട്ടാണ് കടുവ ആക്രമിച്ച് കൊന്നത്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് നടത്തിയ ചർച്ചയിൽ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനൊക്കെ സമ്മതിച്ചെങ്കിലും പിന്നീട് കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. കുടുംബത്തെ വിശ്വാസത്തിലെടുക്കാതെയാണ് തീരുമാനം എന്നുള്ളതായിരുന്നു പ്രധാന പരാതി. കൂടുതൽ നഷ്ടപരിഹാരം വേണം, സ്ഥിരം ജോലി വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് കുടുംബം ഉന്നയിച്ചത്. ADMന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർ അടക്കം സ്ഥലത്തെത്തി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് കുടുംബവുമായി മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 6 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകും. ജില്ലാ കലക്ടർ സ്ഥലം ഉന്നതി സന്ദർശിക്കണം എന്നതായിരുന്നു കുടുംബാംഗങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. പക്ഷേ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞയൊക്കെ ആയതുകൊണ്ട് തന്നെ കലക്ടർക്ക് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ 2 ദിവസത്തിനകം കലക്ടർ ഉന്നതിയിലെത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മരിച്ചയാളുടെ കുടുംബത്തിന് സ്വന്തം സ്ഥലവും വീടുമില്ലാത്ത വിഷയമുണ്ട്. ഒരു മൂപ്പന്റെ പേരിലാണ് സ്ഥലം എന്നുള്ള വിഷയങ്ങളൊക്കെയുണ്ട്. അതിനൊരു പരിഹാരം, ഈ കുടുംബത്തിന് പുതിയ സ്ഥലവും അവിടെ വീട് വയ്ക്കാനുള്ള സഹായവുമൊക്കെ സർക്കാർ തലത്തിൽ നൽകാം, അതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉറപ്പെന്ന് വെച്ചാൽ ഈ പാരിഷയുടെ പൈസ എന്ന് പറഞ്ഞു, ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ കാലത്ത് പറഞ്ഞു അവൾ വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തിത്തരുമെന്ന് പറഞ്ഞു. പിന്നെന്താ ഈ സർക്കാർ ജോലി താൽക്കാലികമോ എന്തോ സ്ഥിരമായിട്ടോ എന്താക്കി നടപടിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് പറഞ്ഞേക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ഒരു പ്രതിഷേധത്തിനും ശേഷമാണ് ഈ പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കുടുംബാംഗങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ പോലീസിനും വനംവകുപ്പിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.